ഏതെങ്കിലും ഒരു മനുഷ്യന് ഹറാമായ ഭക്ഷണം കഴിച്ചാൽ, ഹറാമായ പാനീയം കുടിച്ചാൽ, ഒരുരുള ഭക്ഷണം കഴിച്ചാൽ, ഒരു കവള വെള്ളം കുടിച്ചാൽ, പിന്നെ 40 ദിവസം അവന്റെ ദുആയിക്ക് ഇജാബത്തില്ല. അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. അവന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ല. അവന്റെ മുഖത്തേക്ക് തന്നെ അവന്റെ നിസ്കാരവും അവന്റെ ഖുർആനും അവന്റെ സർവ്വ സൽക്കർമ്മങ്ങളും ആ മനുഷ്യന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുമെന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് പറഞ്ഞു തന്ന രണ്ടാമത്തെ ഉപദേശം എന്തായിരുന്നു? പടച്ച റബ്ബേ, നീ നിന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് നീ വല്ലാതെ സൂക്ഷിക്കണേ എന്ന് ലുഖ്മാൻ ഹകീം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഹലാലും ഹറാമും ആരും നോക്കാറില്ലല്ലോ. എവിടെയാണ് ഹലാല് നോക്കുന്നത്? പടച്ചവനെ, എങ്ങനെയും തിന്നണമല്ലോ, എങ്ങനെയും സുഖിക്കണമല്ലോ, എങ്ങനെയും ജീവിക്കണമല്ലോ. അത് കൊന്നിട്ടാകട്ടെ, പിടിച്ചു പറിച്ചിട്ടാകട്ടെ, മോഷണം നടത്തിയിട്ടാകട്ടെ, പലിശ കച്ചവടം നടത്തിയിട്ടാകട്ടെ, ഏതു വളഞ്ഞ വഴിയിലൂടെയാണെങ്കിലും പടച്ചവനെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ കിടന്ന് പരക്കം പായുന്ന കാലമാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, സഹാബാ, 4 പാപങ്ങൾ ചെയ്യല്ലേ, 4 പാപങ്ങൾ നിങ്ങൾ ആരും ചെയ്യല്ലേ. 4 പാപങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്താ അല്ലാഹു നിങ്ങളുടെ ആയുസ് കുറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പറയുന്ന 4 തെറ്റുകൾ നിങ്ങൾ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസ് കുറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ അകത്ത് ഹറാമായ പണമുണ്ടോ, ഹറാമായ സമ്പത്തുണ്ടോ, അല്ലാഹു നിങ്ങളുടെ ആയുസ് വെട്ടിക്കുറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 തെറ്റുകൾ. അതിലെ ഒന്നാമത്തെ തെറ്റ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹറാമായ പണം ആരുടെ വീടിന്റെ അകത്ത് സൂക്ഷിക്കുന്നുണ്ടോ അല്ലാഹു അവന്റെ ആയുസ് വെട്ടിക്കുറയ്ക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയാൻ ഒരു മടി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലോൺ എടുത്തതില്ലേ, പലിശയ്ക്ക് എടുത്തതില്ലേ, പടച്ചവനെ പണയം വെച്ചതില്ലേ, എന്തൊക്കെയായില്ലേ. പെട്ടെന്ന് പണക്കാരനാകാൻ ഇപ്പൊ എന്തോ ഒരു പുതിയ ഒരു കച്ചവടം ഉണ്ട്. പൈസ കൊണ്ടുപോയി കുറെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും. അങ്ങനെ എന്തോ ഒരു കച്ചവടം ഉണ്ടല്ലോ, അറിയോ ഉസ്താദ്? അറിയോ? എന്താ അതിന്റെ പേര് പറയാം? എന്താ സുറിയമക്കാൻ പേര് പറയാം? എന്തോ കുറച്ച് പൈസ ഇട്ട് കഴിഞ്ഞാല് എന്താ റഹീമേ, അങ്ങനെ എന്തൊരു പരിപാടി ഇല്ലേ മക്കളെ? ഓൻ പോയില്ലേ? ഉണ്ടല്ല. ആലോചിക്കുക ചങ്ങായിമാരെ. എന്റെ അടുത്ത് ഈ അടുത്തൊരു ഒരാളൊരു മസല ചോദിച്ചു. ഞാൻ ഇങ്ങനെ അതിനെ കുറിച്ച്, ഇപ്പൊ പുതിയൊരു സ്വർണ്ണക്കടയിൽ കുറച്ച് പൈസ കൊണ്ടിട്ടാൽ മതി. ഒരു 10 ലക്ഷം രൂപ സ്വർണ്ണക്കടയിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ മാസാമാസം 10,000 രൂപ. മാസാമാസം 10,000 രൂപ. ഹലാലാണോ ഹറാമാണോ അതിനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവസാനം സ്വർണ്ണക്കടയും പൂട്ടിയിട്ട് ഓനങ്ങ് പോകും. അപ്പോഴാ എന്റെ പ്രിയമുള്ളവരെ, പിന്നെന്തോ ഇങ്ങനെ എന്തോ ഒരു ചെയിന്റെ കഥ പറയുന്നതൊക്കെ, ഇങ്ങനെ ചെയ്യും പോലെ പോവാ. ഒരാളെ ചേർത്ത് കൊടുക്കുന്നു, മറ്റൊരാളെ ചേർത്ത് കൊടുക്കുന്നു, ചേർത്ത് അവസാനം നരകത്തിൽ പോകുന്ന അവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ചിലത് പണം ഉണ്ടാക്കാൻ എളുപ്പ വഴികൾ. എന്ത് പണം ഉണ്ടാക്കാനുള്ള വഴിയാ നോക്കണേ. എന്തെല്ലാം വഴികൾ, പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളാ പലരും നോക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഈ ബുദ്ധിയൊക്കെ വേറെ വല്ല കാര്യത്തിനുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായനെ. ഇങ്ങനെയുള്ള കുരുട്ടുബുദ്ധികളൊക്കെ വളഞ്ഞ വഴിയിലൂടെ പണമുണ്ടാക്കാൻ പെണ്ണുങ്ങളൊക്കെ സ്വർണം വരെ വിറ്റു. കെട്ടിയവൻ ചോദിക്കുന്നു, ആമിന എന്റെ പെങ്ങളെ കെട്ടി. ഓ, എന്റെ അടുത്ത് ഒന്നുമില്ല. എന്നിട്ടുണ്ടായിരുന്നത് മുഴുവനും വിറ്റിട്ട് കൊണ്ടായിട്ടത് മൊത്തവും പോയി. പണക്കാരാർത്തി, പണത്തിനോടുള്ള ആർത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് ചില പെണ്ണുങ്ങൾക്ക് എത്ര കിട്ടിയാലും തികയാത്തവരുണ്ട്. ആർത്തി എന്ന് പറഞ്ഞാൽ എന്തൊരാർത്തി എന്നറിയൂ?
സമ്പത്തിനോടുള്ള വല്ലാത്ത ആർത്തി. എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, സമ്പത്തിനോട് ആർത്തി വെച്ച അള്ളാഹു നിനക്ക് നല്ല മരണം തരൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര ചരിത്രങ്ങളുണ്ട്. ഒരാൾക്ക് സമ്പത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞാൽ നശിച്ചു, ഒരു കാലത്തും നേരെയാകില്ല. സമ്പത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞാൽ മോശമായ മരണമേ നിനക്ക് കിട്ടൂ. എത്രയോ ചരിത്രം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു സഹാബി ഇറങ്ങി ഓടുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ ഓടുന്നത് നബിയെ? ഈ ഇട്ടിരിക്കണ വസ്ത്രമേ എനിക്കുള്ളൂ, ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ. ആ സഹാബി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, നബിയെ, ഞാൻ ഇട്ടിരിക്കണ ഈ വസ്ത്രം കൊണ്ടുപോയി എന്റെ വീട്ടിൽ കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യക്ക് അത് ധരിച്ച് നിസ്കരിക്കാൻ. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിസ്കരിക്കുമ്പോ ധരിക്കാൻ ഒറ്റ വസ്ത്രമേ ഉള്ളൂ. എനിക്കും എന്റെ ഭാര്യക്കും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരൊറ്റ ജോഡി വസ്ത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓടണേ. ഈ സഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു, നബിയെ, സമ്പത്തുണ്ടാകാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വേണ്ട, സമ്പത്ത് വേണ്ട. ഇല്ല നബിയെ, എനിക്ക് വേണ്ടി ദുആ ചെയ്. നബി പറഞ്ഞു, വേണ്ട. എന്തേ നബിയെ? സമ്പത്ത് കിട്ടിയാ നീ അല്ലാഹനെ മറക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തനിക്കും തന്റെ ഭാര്യയ്ക്കും രണ്ട് ജോഡി വസ്ത്രമില്ല, ഒരു ജോഡി വസ്ത്രം. ആ ഒരു ജോഡി വസ്ത്രമുള്ള സഹാബിയോടാ പറഞ്ഞത്, പണം കിട്ടിയാ നീ അല്ലാഹനെ മറക്കും. അപ്പൊ ഈ സഹാബി ചോദിച്ചു, അത്ര ഞാനോ? സുബ്ഹാനല്ലാഹ്, നബിയെ, ഞാൻ അങ്ങയുടെ കൈ പിടിച്ചിട്ടാ മുസ്ലിമായത്. അങ്ങയുടെ പുറകിൽ നിന്ന് നിസ്കരിക്കുന്ന സഹാബിയെ ഞാൻ മറക്കോ നബിയെ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോഴും പറഞ്ഞു വേണ്ടാന്ന്. പക്ഷെ ഈ സഹാബി നിർബന്ധിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു, സമ്പത്തുണ്ടായി. 5 നേരം പള്ളി വന്ന സഹാബിയെ പിന്നെ 3 നേരമേ പള്ളി കാണുന്നുള്ളൂ, കാണാനില്ല. 5 നേരം പള്ളി നിസ്കരിക്കാൻ വന്നിരുന്ന സഹാബി പിന്നെ 3 വഖത്തായി പള്ളിയിലേക്ക്. അവസാനം പിന്നെ 3 ഇല്ല. ഒരു ദിവസം പള്ളി തന്നെ വരാത്ത അവസ്ഥ. അവസാനം പിന്നെ വെള്ളിയാഴ്ച മാത്രമായി. പള്ളി വരുന്നത് വെള്ളിയാഴ്ച മാത്രം. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. ആ സ്വഹാബിയുടെ അവസ്ഥ എന്തെന്നറിയോ? അവസാനം കാഫിറായി ചത്തുപോയെന്ന് അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏത് സഹാബി? ഈ സഹാബിയെ അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് വിളിച്ചിരുന്നത് പള്ളിയുടെ മാടപ്രാവെന്നാ വിളിച്ചിരുന്നത്. കാരണം ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തുണ്ടായിരുന്നു. പള്ളിയുടെ മാടപ്രാവേ എന്ന് സഹാബത്ത് വിളിച്ചിരുന്ന സഹാബി പണം കൂടിയപ്പോ, പണത്തിനോടുള്ള ആർത്തി കൂടിയപ്പോ സഹാബിയായിട്ട് പോലും അവസാനം മോശമായി മരിച്ചുപോയി എന്ന് ചരിത്രം പറയുമ്പോ ഈ ആർത്തി കൊണ്ട് ഒരു സഹാബിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഭർത്താവിനോട് ഹറാമായ പണവും സമ്പാദ്യവും ഭക്ഷണവും വീട്ടിൽ കൊണ്ടുവരല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗ്ഗം അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആയുസ് കുറയുന്ന പാപങ്ങളിൽ ഒന്നാമത്തെ പാപം എന്റെ മോനെ ഹറാമായ പണവ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 വ്യഭിചാരം. ഞാൻ വിശദീകരിക്കുന്നില്ല. വ്യഭിചരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്യ പെണ്ണുങ്ങളുമായി ഭാര്യ നിനക്ക് അല്ലാഹു അനുവദീയമാക്കി തന്നതാ. അവളല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് സുഖിക്കുന്ന എവനെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ നിർത്തിക്കോ. ഇല്ലെങ്കിൽ നിനക്ക് അല്ലാഹു നിന്റെ ആയുസ് നിന്റെ റബ്ബ് വെട്ടിച്ചുരുക്കും. വ്യഭിചരിക്കുന്നവൻ അതാണാകട്ടെ പെണ്ണാകട്ടെ ഇങ്ങനെ വിചാരിച്ച് സുഖിച്ചും ആസ്വദിച്ചും നടക്കുകയാ. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു, പടച്ചവനെ ഇത്രയോളം ഇങ്ങനെ ഓടി നടന്ന് പെണ്ണ് കിട്ടുന്നവന്മാരുണ്ട്. ഓടി നടന്ന് പെണ്ണ് കെട്ടികെട്ട് ചെലവിന് പോലും കൊടുക്കാത്ത ചില മഹാന്മാരെ പോലെ ജീവിക്കുന്ന ചില ആൾക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ചെറുപ്പക്കാരോട്, മക്കളെ, അള്ളാഹു തന്ന ആയുസ് റബ്ബ് കുറച്ചുകളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3, എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ, അവരുടെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നറിയുമോ? ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തന്ന രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? വഇൻ കുന്ത ഫി
നീ ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ തൊണ്ടയുടെ താഴെ ഇറങ്ങുന്നതിനെ കുറിച്ച് നീ വല്ലാതെ സൂക്ഷിക്കണേ. എന്നിട്ട് മൂന്നാമതായി പറഞ്ഞു തന്ന ഉപദേശം എന്തെന്നറിയുമോ? ഇൻ കുന്ത ഫീ ബൈതി ഗൈരിഹി ഫഹ്ഫദ് ഐനൈക. പറഞ്ഞു തരുന്ന മൂന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നിന്റെ വീടല്ലാതെ മറ്റൊരാളുടെ വീട്ടിലേക്ക് നീ കടന്നു ചെന്നാൽ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല പറയുകയാ, എടാ ചെറുപ്പക്കാരോ, നിന്റെ വീടല്ലാതെ മറ്റാരുടെയെങ്കിലും വീടിന്റെ അകത്ത് നീ കടന്നു ചെന്നാൽ, മൂന്നാമതായിട്ട് പറഞ്ഞു തരുന്ന കാര്യം, നിന്റെ വീടല്ലാതെ മറ്റാരുടെയെങ്കിലും വീട്ടിലേക്ക് നീ കടന്നു ചെന്നാൽ നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ല ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ ഇതാ നിങ്ങൾ ചിന്തിക്കുന്നത്, എന്തേ ഉസ്താദ് ഇത്ര നിസ്സാരമായ കാര്യം എന്ത് ഓർമ്മപ്പെടുത്തണേ? നമുക്കത് നിസ്സാരമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിങ്ങൾ നോക്ക്. ഒരാള് ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ആ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ നിൽക്കാൻ പാടുണ്ടോ ഇല്ലയോ? പറ. ഒരാളൊരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ എവിടെയാ നിൽക്കേണ്ടത്? വീടിന്റെ മുന്നിലാണോ സൈഡിലാണോ? എവിടെ നിൽക്കണം? പറ മനുഷ്യ, എവിടെ നിൽക്കണം? എന്തുകൊണ്ട്? ഇവിടെ ആര് നിൽക്കണം? ഓടിക്കേറുവല്ലേ? എവിടെ ചോദിക്കുന്ന അനുവാദം? ആരാ അനുവാദം ചോദിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ മതി. കള്ളുകുടിയൻ അറിയായിരുന്നു ഇന്നത്തെ പേവെള്ളം അടിച്ചടക്കുന്നവരെ പോലെയൊന്നുമല്ല. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രിയായാൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. ഭരണാധികാരികളൊക്കെ അങ്ങനെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളൊക്കെ രാത്രിയായി കഴിഞ്ഞാൽ തന്റെ അനുയായികളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കും എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ മെമ്പർ ഇല്ലേപ്പാ? ഇവിടുത്തെ മെമ്പർ ഇല്ലേപ്പാ? ചങ്ങയുടെ പേരെന്ത്? അബ്ബാസ് ഭായി ഇവിടെ ഇല്ലേ? അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ഒരു ആമീൻ പറ. നമ്മളെ വലിയ സ്നേഹം എന്റെ അടുത്തൊക്കെ വന്നിട്ട് ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ അങ്ങാതിയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രിയാകുമ്പോ തന്റെ അനുയായികളെ തെരഞ്ഞിട്ട് നടക്കും. നമ്മുടെ ഇന്നത്തെ ഭരണാധികാരികളുടെ അവസ്ഥ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാസങ്ങളായിട്ട് കർഷകര് ഡൽഹിയിൽ കിടന്നിട്ട് പ്രതിഷേധം നടത്തുക. ആരാപ്പ തിരിഞ്ഞു നോക്കണേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ രാജ്യത്തിന്റെ നെടുന്തൂണുകളായിരുന്ന കർഷകന്മാർ, ഇന്ന് അവരുടെ അവസ്ഥ. പണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അന്ന് കർഷകന്റെ മകനാണെന്ന് പറയാൻ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നൊരു കാലം. അതൊക്കെ പോയി. ഇന്ന് കർഷകന്മാര് കടന്നിട്ട് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് കണ്ടിട്ടില്ലേ? ആരെങ്കിലും അവർക്കെതിരെ എങ്ങാനും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോയി. അവനെ വേറെ രീതിയിൽ അവന്റെ മതം നോക്കിയിട്ടാ സംസാരിക്കുക. എന്ത് ഭരണാധികാരികൾ! പടച്ചവനെ അല്ലാഹുവേ, ഇങ്ങനെയും മനുഷ്യൻ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു ബൽഹും അല്ലൽ, എത്ര സത്യമാ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു മനുഷ്യൻ അധപ്പതിച്ചാൽ നാൽക്കാലികളെക്കാളും അധപ്പതിച്ചു പോകുമെന്ന് ഖുർആൻ പറഞ്ഞത് സത്യമാ. അധികാരം കിട്ടിക്കഴിയുമ്പോ എല്ലാത്തിനും വലിയ അഹങ്കാരം. ഒന്ന് നേടാൻ വേണ്ടി മാത്രമുള്ളത്. നേടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിരിയൂല. കരുണയില്ല, ദയയില്ല, പരിഗണനയില്ല, ഒന്നുമില്ല. ഹൃദയം കരിങ്കല്ലിനെ പോലെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തുഅ്തിൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഒന്നുകിൽ അധികാരം കൊടുത്തിട്ട് അള്ളാഹു അവനെ നശിപ്പിച്ചു കളയും. അല്ല പറഞ്ഞു ഒന്നുകിൽ അധികാരം കൊടുത്തിട്ട് അള്ളാഹു ഒന്നുകിൽ നശിപ്പിക്കും, അല്ലെങ്കിൽ അള്ളാഹു അവനെ ഉയർത്തും. എത്രയോ സത്യമാ. അള്ളാന്റെ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നു തുഅ്തിൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ. അള്ളാന്റെ ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു അധികാരം അള്ളാഹുവാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ അധികാരം അള്ളാഹു കൊടുത്തിട്ട് ആ മനുഷ്യനെ ഉയർത്തും. എന്റെ പ്രിയമുള്ളവരെ, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു അബ്ദുൽ കലാം. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. പായിപ്പാട് പള്ളിയിൽ ഞാൻ ജോലി ചെയ്യുന്നു. 2 ദിവസം മുമ്പ് ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ ചെറിയ മകൻ, ഒരു ചെറിയ കുട്ടിയുണ്ട്, വാപ്പാനോട് പറഞ്ഞു അത്രേ എനിക്ക് അബ്ദുൽ കലാമിനെ പോലെ ആയാ മതി എന്ന്. ഞാൻ അവനോട് പറഞ്ഞു എടാ നീ ഹാഫിളാകണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ മകനെ ഹാഫിളാക്കണമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് വീട്ടിൽ സംസാരിച്ചപ്പോ ആ ചെറിയ മകൻ പറഞ്ഞു അത്ര എനിക്ക് അബ്ദുൽ കലാം ആയാ മതി എന്ന്.
എന്റെ പ്രിയമുള്ളവരെ, എത്രയൊക്കെയാണെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹു ആ മനുഷ്യനെ കുറിച്ചുള്ള ബോധം ഒരു ചെറിയ കുട്ടിയുടെ ഹൃദയത്തിൽ കൊടുത്തു എങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്ക്. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന റൊണാൾഡ് ട്രംപ്, ചങ്ങാതിയുടെ അഡ്രസ് ഉണ്ടോ ഇപ്പോ? ആരായിരുന്നു? ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ടിട്ട് അവസാനം നാണം കെട്ടിറങ്ങി പോകേണ്ട ഒരു അവസ്ഥ. അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്, നാണം കെടുത്തി കളയും അല്ലാഹ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളൊക്കെ ഇന്ന് ഇങ്ങനെ അഹങ്കരിക്കുക, അധികാരം കിട്ടിക്കഴിയുമ്പോ എല്ലാം ഇങ്ങനെ. പക്ഷെ ഒരു ദിവസം അള്ളാഹു വലിച്ച് തറയിലിടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ അഹങ്കാരത്തിനൊക്കെ ഒരിക്കൽ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രിയായ ഇങ്ങനെ തെരഞ്ഞു നടക്കും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അകത്തിരുന്നിട്ട് നല്ല പാട്ട് കേൾക്കാം. ഒരു വീടിന്റെ അകത്ത് നിന്ന് വല്ലാത്ത പാട്ട് കേൾക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ ഒരു കള്ളുകുടിയനാ നിന്നിട്ട് പാടുന്നേ. ഇസ്ലാമിന്റെ ഖലീഫ നോക്കുമ്പോ ഒരു കള്ളുകുടിയൻ നിന്ന് പാട്ട് പാടുകയാ. ഉമർ തങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി വീടിന്റെ അകത്ത് മതിരി ചാടി അകത്ത് കയറി. നോക്കുമ്പോ പടച്ചോൻ ഇങ്ങനെ നാരാപ്പ പാടുന്ന നോക്കുമ്പോ കള്ളു കുടിച്ചിട്ട് ഒരുത്ത് നിന്ന് പാടുക. കതക് ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറി നോക്കുമ്പോ കള്ളുകുടിയൻ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കയറി ചെല്ലുമ്പോ ഈ കള്ളുകുടിയൻ ഇങ്ങനെ കണ്ണും തള്ളിയിട്ട് നിൽക്കുക. ഉമർ കണ്ണിന്റെ മുന്നിൽ നിൽക്കണത്. പക്ഷെ ആ കള്ളുകുടിയൻ പതറിയില്ല. ആ കള്ളുകുടിയൻ ഇങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ കള്ളു കുടിച്ചു, ഞാനൊരു പാപം ചെയ്തു, ശരിയാ, ഞാൻ കള്ളു കുടിച്ചു, ഞാനൊരു തെറ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾ 3 എണ്ണമാ എന്നെക്കാളും മുമ്പേ ചെയ്തത്. ഞാൻ ഒരു പാപമേ ചെയ്തുള്ളൂ, നിങ്ങൾ 3 തെറ്റ് ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഞാൻ 3 എണ്ണം ചെയ്തോ? എന്തേ എന്റെ 3 തെറ്റ്? 1, എന്റെ വീടിന്റെ മതിൽ ചാടി. ഒന്നാമത്തെ തെറ്റ് വീടിന്റെ മതിൽ ചാടി. 2, ഒളിഞ്ഞു നോക്കി. 2, എന്റെ വീടിന്റെ അകത്ത് നിങ്ങൾ ഒളിഞ്ഞു നോക്കി. 3, എന്റെ വാതില് ചവിട്ടി അനുവാദമില്ലാതെ എന്റെ വീടിന്റെ അകത്ത് കയറി. ഉമർ തങ്ങൾ കരയാൻ തുടങ്ങി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു കള്ളുകുടി എന്റെ വീടിന്റെ അകത്ത് കയറിയപ്പോ അവൻ പറഞ്ഞു, ഞാൻ കള്ളു കുടിച്ചത് പാപമാണ്, പക്ഷെ ഞാൻ 1 ചെയ്തുള്ളൂ, നിങ്ങൾ 3 എണ്ണം ചെയ്തു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിയമം എടുത്തു നോക്ക്. എന്റെ പ്രിയമുള്ളവരെ, ഒരു വീടിന്റെ അകത്ത് കയറണമെങ്കിൽ വീട്ടുകാരോട് അനുവാദം ചോദിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ എന്റെ ഉമ്മാനെ കാണാൻ പോകുമ്പോ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ, എന്റെ ഉമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ അനുവാദം ചോദിക്കണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അനുവാദം ചോദിക്കണം. ആ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടെ എന്റെ ഉമ്മയല്ലാതെ ആരുമില്ല. എന്റെ ഉമ്മയെ നോക്കുന്നത് ഞാനാണ്, എന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ്, എന്റെ ഉമ്മയുടെ വസ്ത്രം കഴുകി കൊടുക്കുന്നത് ഞാനാണ്, എന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് ഞാനാണ്. ഞാൻ അനുവാദം ചോദിക്കണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? നീ നിന്റെ ഉമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിലും നീ അനുവാദം ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളൊരു വീടിന്റെ മുന്നിൽ ചെന്നാൽ നിങ്ങൾ അനുവാദം ചോദിക്കണോ, നിങ്ങൾ അനുവാദം ചോദിക്കണോ. നിങ്ങളെ വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറയണോ. സലാം പറഞ്ഞിട്ട് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ നിൽക്കല്ലോ, വാതിലിന്റെ നേരെ നിൽക്കല്ലോ, നിങ്ങൾ മാറി നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ അതിന്റെ കാരണമെന്താ? പടച്ചവനെ, ഇന്നത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം അല്ലാഹുവിന്റെ റസൂലിന് അറിയാമായിരുന്നു. പറഞ്ഞു, ഒരു വീടിന്റെ മുന്നിൽ ചെന്ന് ബെല്ലടിച്ചിട്ട് വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കരുത്, മാറി നിൽക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. എന്തേ കാരണം?
എന്തേ കാരണം? നമ്മുടെ പെണ്ണുപിള്ളമാരുടെ സ്വഭാവം നബിക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയുന്നത് കൊണ്ടാ പറഞ്ഞത് വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കരുത്, മാറി നിൽക്കണം. കാരണം ബെല്ലടിച്ചു കഴിഞ്ഞാൽ നിന്റെ പെണ്ണുപിള്ള വന്ന് വാതിൽ തുറക്കുമ്പോ ഓക്കെ എവിടെ തുണി ഉണ്ടാവും അവക്ക് തന്നെ അറിയത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് ഓടി വന്ന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ആരാ എന്ന് നോക്കാറില്ല. അടുക്കളയിൽ നിൽക്കണ കോലത്തിൽ ഒരൊറ്റ വരക്ക സൂപ്പർ ഫാസ്റ്റ് വരുന്ന പോലെ ഒന്നൊറ്റ തുറപ്പ. അള്ളാഹുവേ, ഉസ്താദാണോ നാട്ടുകാരാണോ ആരാണോ എവിടെ തുണിയുണ്ട് പിന്നെ ഓടുന്നേ. അത് നമുക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കരുത്, മാറി നിൽക്കണം. കാരണം ആ പെണ്ണ് ചിലപ്പം അന്യ പെണ്ണായിരിക്കാം, അന്യ പുരുഷനായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ അവളെ ഔറത്ത് ചിലപ്പം മറഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് മാറി നിൽക്കണം, അനുവാദം ചോദിക്കണം. അനുവാദം കിട്ടിയാലേ വീടിന്റെ അകത്ത് കയറാവൂ, ഇല്ലെങ്കിൽ നീ തിരിച്ചു പോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു വീടിന്റെ അകത്ത് കയറി, നിന്റെ വീടല്ലാതെ വേറെ ആരുടെയെങ്കിലും വീടിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണം. നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണം. അതിങ്ങനെ നോക്കാൻ പാടില്ല, അവിടെയും ഇവിടെയും നോക്കാൻ പാടില്ല. നിനക്ക് കാണാൻ പാടില്ലാത്തത് നീ കാണാൻ പാടില്ല. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ ഇതൊക്കെ പറയുമ്പോ എന്റെ പെങ്ങൾ ചോദിക്കും, ഉസ്താദ് ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ നിസാര കാരണമല്ലേ? ഈ പറയുന്നതൊക്കെ നിസാരമായ തെറ്റുകളല്ലേ? ഇതെന്തിനാ പറയുന്നത്? ഇതൊക്കെയാണോ വഅദ് പറയേണ്ടത്? ഇത് പറഞ്ഞിട്ട് എന്ത് കിട്ടാനോ? ഇതൊക്കെ ഒരു പാപമാണെന്ന് കരുതുന്നില്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, പാപമല്ലെന്ന് ആരാധനക്ക് പറഞ്ഞു തന്നത്? ഇതൊക്കെ എനിക്കും നിനക്കുമാണ് നിസാരം. അല്ലാഹുവിന്റെ മുന്നിൽ ഇത് നിസാരമല്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനെടുത്ത് നോക്ക്. ഒരന്യ പുരുഷനോടൊരു പെണ്ണിനെ സലാം പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമം എടുത്തു നോക്ക്. ഒരന്യ പുരുഷനോട് ഒരു അന്യ പെണ്ണിനെ സലാം പറയാൻ പാടുണ്ടോ? ഇല്ലേ? പാടുണ്ടോ? പറ. നിങ്ങളുടെ പെണ്ണും പിള്ളമാർക്ക് എന്നോട് സലാം പറയാൻ പറ്റുമോ? ഇല്ലേ? വെടിയുണ്ടത് ഉള്ളത് പറ ചങ്ങാതി. എന്തുകൊണ്ട്? എന്റെ സലാം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ. സലാം പറയാൻ പോലും എന്തിന്? നീ നിങ്ങളുടെ പെണ്ണും പിള്ള മരിച്ച എനിക്ക് കാണാൻ പാടുണ്ടോ? കാണാൻ പാടുണ്ടോ? ഇരിക്കണ സുലൈമാനിക്കാടെ ഭാര്യ, നിങ്ങൾ നല്ല സ്നേഹബന്ധമാണ്. അള്ളാഹുർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ ഭാര്യ മരിച്ച സുലൈമാനിക്കായി കാണാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അന്യ പെണ്ണ്, മയ്യത്ത് പോലും കാണാൻ പാടില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞത് മയ്യത്ത് പോലും കാണാൻ പാടില്ല, പിന്നിലെ ജീവിച്ചിരിക്കുന്നേ. എന്തുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊക്കെ തെറ്റായിട്ട് തന്നെ കാണുന്നില്ല. നിങ്ങൾ ചിന്തിക്ക്, 4000 പ്രവാചകന്മാരെ കണ്ട ഒരു മഹാൻ പറയുക, നീ നിന്റെ കണ്ണിനെ ഒരു വീടിന്റെ അകത്ത് കയറിയാ നീ സൂക്ഷിക്ക്. ഇല്ലെങ്കിൽ, അങ്ങനെ സൂക്ഷിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയാൻ കാരണം അത് നിസ്സാര ഒരു പാപമല്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗം വേണോ? റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ചോദിച്ചു, സഹാബാ സ്വർഗ്ഗം വേണോ സഹാബാ? സ്വർഗ്ഗം വേണോ സഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ സ്വർഗ്ഗം വേണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുത്തു, നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കൂ. ഹറാമ് കാണുന്നതിനെ തൊട്ട്, ഹറാമ് കാണുന്നതിനെ തൊട്ട് നിന്റെ കണ്ണിനെ സൂക്ഷിച്ചാ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അതൊരു ചെറിയ പാപമാണെന്ന് നിങ്ങൾ കരുതരുത്. അതൊരു ചെറിയ തെറ്റാണെന്ന് നിങ്ങൾ കരുതരുത്. അതിലൂടെ നിനക്കുണ്ടാകുന്ന നഷ്ടം എത്രയോ വലുതാ. വെറുതെ പറഞ്ഞതല്ല, ഒറ്റ ചരിത്രം പറഞ്ഞു തരാ. അതിന്റെ ഗൗരവം മനസ്സിലാക്കാറ് പടച്ചവനെ ഔറത്ത് വെളിവാക്കിയിട്ട് അന്യ പുരുഷന്റെ മുന്നിലേക്ക് പോകുന്ന പെങ്ങള്, അന്യ പുരുഷന്റെ ഔറത്ത് കാണുന്ന പെങ്ങള്, നിനക്ക് ഞാൻ
ഞാനതിന്റെ ഗൗരവം പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ അല്ലാഹുവേ ഒരു പണ്ഡിതൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാ, ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. കഅബാലയത്തിന്റെ മതാഫിലൂടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ എന്റെ ജ്യേഷ്ഠന്മാരുടെ അവസ്ഥ എനിക്ക് വരുത്തല്ലേ അല്ലാ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ, എനിക്ക് ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പടച്ചവരോട് ദുആ ചെയ്യുകയാ. ഇതല്ലാതെ ഒന്നും പറയുന്നില്ല, സ്വർഗം ചോദിക്കുന്നില്ല, നരകമോചനം ചോദിക്കുന്നില്ല, പാപം പൊറുക്കണേ എന്ന് പറയുന്നില്ല. അല്ലാഹുവിനോട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, റബ്ബേ അല്ലാ എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ, എനിക്ക് ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുകയാ. ഈ മഹാനാ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിക്കുകയാണ്, ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിക്കുകയാ. മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നു, മോനെ നീ ഇങ്ങനെ ദുആ ചെയ്യുന്നല്ലോ, നിന്റെ സഹോദരങ്ങളുടെ ഗതി വരുത്തല്ലേ എന്ന് ദുആ ചെയ്യുന്നല്ലോ, എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? അവിടെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, തങ്ങള് എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ ഒന്നാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിച്ചിരുന്ന മുഅദ്ദിനാ, 40ഓളം വർഷം എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിച്ച മനുഷ്യരാ. ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം പറയേണ്ടതില്ലല്ലോ. അല്ലാഹുവേ വല്ലാത്ത പ്രതിഫലമാണല്ലോ. ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മനുഷ്യനെ ബാങ്ക് വിളിക്കുന്ന മനുഷ്യരാ. ഏകദേശം 40 വർഷക്കാലം ബാങ്ക് വിളിച്ച എന്റെ സഹോദരനുണ്ടല്ലോ, അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ, മരണത്തോട് മല്ലടിക്കുമ്പോ ഏറ്റവും ഇളയ അനുജനായ എന്നോട് പറഞ്ഞു ഖുർആൻ എടുത്തുകൊണ്ടുവരാറ്. അല്ലാഹുവേ ഞാനവിടുന്ന് ഖുർആൻ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്റെ സഹോദരന്റെ കയ്യിലേക്ക് ഖുർആൻ എടുത്തുകൊണ്ട് കൊടുക്കുമ്പോ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് വലിച്ചെറിയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് വലിച്ചെറിയുകയാണ്. എന്നിട്ട് അവിടുന്ന് ഈമാനില്ലാതെ മരിച്ചുപോയി, ഈമാനില്ലാതെ മരിച്ചുപോയി. എന്റെ ഒന്നാമത്തെ ജ്യേഷ്ഠൻ ഈമാനില്ലാതെയാണ് മരിച്ചുപോയത്. രണ്ടാമത്തെ സഹോദരനുണ്ടല്ലോ, അതേ പള്ളിയിലാണ് ബാങ്ക് വിളിച്ചത്. ഒരുപാട് വർഷക്കാലം ബാങ്ക് വിളിച്ചു. ആ ജ്യേഷ്ഠന്റെയും അവസാനം മോശം മരണമായിരുന്നു, ഈമാനില്ലാത്ത മരണമായിരുന്നു. 2 പേരും ഈമാനില്ലാതെയാണ് മരിച്ചുപോയത്. തങ്ങള് അതേ പള്ളിയിലാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്, അതേ പള്ളിയിലാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്. അല്ലാ എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ, എന്റെ മരണം മോശമാക്കല്ലേ അല്ലാ, എന്റെ അവസാനം മോശമാക്കല്ലേ അല്ലാ. ഞാനതുകൊണ്ടാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതെന്ന് പറയുമ്പോ ഈ മഹാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ സഹോദരങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവര് കള്ള് കുടിക്കുന്നവരായിരുന്നു, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നു, അവര് പലിശ തിന്നുന്നവരായിരുന്നു, അവർ അല്ലാഹുവിനെ ധിക്കരിച്ചവരായിരുന്നു. ഈ ചെറുപ്പക്കാരൻ പറയുന്ന തങ്ങള്
രണ്ടുപേരും അല്ലാഹുവിനെ നിസ്കരിക്കുന്നവരാ, അവർ അല്ലാഹുവിനെ പേടിയുള്ളവരാ, അവർ ഖുർആൻ ഓതുന്നവരാ, അവർ ദിക്റുകൾ പറയുന്നവരാ, അവർ സദഖകൾ കൊടുക്കുന്നവരാ, അവർ നോമ്പ് പിടിക്കുന്നവരാ, അവർ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാ. എന്നിട്ടും അവരുടെ മരണം ഇങ്ങനെയാകാനുള്ള കാരണമെന്താ? മഹാനവറുകൾ ചോദിക്കുകയാണ്, അവരെന്തെങ്കിലും ഒരു പാപം ചെയ്യുമായിരുന്നോ? നിങ്ങളുടെ രണ്ട് സഹോദരന്മാരും എന്തെങ്കിലും ഒരു പാപം ചെയ്യുന്ന അറിവ് നിങ്ങൾക്കുണ്ടോ? അപ്പൊ പറഞ്ഞു കൊടുത്തു, എന്റെ സഹോദരങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. വഹുമായ ഔറാദുൻ നിസാ, രണ്ടുപേരും പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുമായിരുന്നു. രണ്ടുപേരും പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ആക്കിബത്ത് ഒരു മോശമായി പോയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അന്യ പെണ്ണുങ്ങളുടെ ശരീരം കാണുമ്പോൾ, അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുമ്പോൾ, അന്യ പുരുഷന്മാരുടെ ഔറത്തുകൾ കാണുമ്പോൾ, ആ കാണുന്നതിലൂടെ നിന്റെ അവസാനം മോശമായി പോകും. അതുകൊണ്ടാണ് മഹാനവറുകൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നത്, ഒരു വീടിന്റെ അകത്ത് കയറി ചെന്നാൽ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ആ കണ്ണിനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈമാനില്ലാത്ത മരണം അവസാനം മോശമായി പോകുന്ന മരണം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അതാ മറ്റൊരാളുടെ വീടിന്റെ അകത്ത് കടന്നു പോയാൽ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണേ. എന്നിട്ട് നാലാമതായി പറയുകയാണ്, നാലാമതായി പറഞ്ഞു തന്ന കാര്യം എന്തെന്നറിയുമോ? വൈൻ കുന്ത ബൈനന്നാസ്, ജനങ്ങളുടെ നടുവിലേക്ക് പോയി കഴിഞ്ഞാൽ, ജനങ്ങളുടെ ഇടയിലേക്ക് പോയി കഴിഞ്ഞാൽ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ. നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ. പടച്ചവനെ, ജനങ്ങൾക്ക് നടുവിലേക്ക് ഇറങ്ങിപ്പോയാൽ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ. കാരണം എന്തെന്നറിയുമോ? മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അടിമയായിരുന്നല്ലോ. ഒരു ദിവസം യജമാനൻ അവിടുന്ന് വിളിക്കുന്നു, ലുഖ്മാനേ, ഒരാടിനെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ആടിനെ അറുത്തിട്ട് ഈ ആടിന്റെ ശരീരത്തിലെ ഏറ്റവും നല്ലതെടുത്തു കൊണ്ടുവരാൻ. ോട് യജമാനൻ ഒരു ആടിനെ കൊടുത്തിട്ട് പറഞ്ഞ്, ഇതിനെ കൊണ്ടുപോയി അറുത്തിട്ട് ഇതിന്റെ ശരീരത്തിലെ ഏറ്റവും നല്ലത് എടുത്തു കൊണ്ടുവരാൻ. മഹാനവറുകൾ കരളും എടുത്തുകൊണ്ടുവന്നു, നാക്കും എടുത്തുകൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുത്തു. തന്റെ യജമാനന്റെ മുന്നിൽ കരളും നാവും കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. പിന്നീട് ഒരു അവസരത്തിൽ ഒരു ആടിനെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനെ കൊണ്ടുപോയി അറുത്തിട്ട് അതിന്റെ ശരീരത്തിലെ ഏറ്റവും വൃത്തികെട്ടത് എടുത്തുകൊണ്ട് വരാൻ. അപ്പോഴും കൊണ്ടുവന്നത് നാക്കും കരളുമാണ്. അപ്പം യജമാനൻ ചോദിച്ചു, എന്തേ രണ്ട് സമയത്തും കൊണ്ടുവന്നത്? ഒന്ന് നല്ലത് കൊണ്ടുവരാൻ പറഞ്ഞു, ഒന്ന് നശിച്ചത് കൊണ്ടുവരാൻ പറഞ്ഞു. രണ്ട് പ്രാവശ്യവും കൊണ്ടുവന്നത് ഒന്നാണല്ലോ. അപ്പൊ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നന്നായാൽ ഏറ്റവും നല്ലത് ഇത് രണ്ടുമാ, നശിച്ചാൽ ഏറ്റവും നശിച്ചത് ഇത് രണ്ടുമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ പേര് നരകത്തിൽ പോകുന്നത് നാവ് കാരണമാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അതുകൊണ്ടാണ് ലുഖ്മാൻ ഹകീം തങ്ങൾ പറഞ്ഞു, ജനങ്ങളുടെ ഇടയിൽ പോയ ഈ നാവ് സൂക്ഷിക്കണം. കാരണം ലൈസൻസ് ഇല്ല. 4 പേര് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പച്ച ഇറച്ചി ചില മനുഷ്യന്മാരെ പച്ചയ്ക്ക് കത്തിക്കുന്നത് പോലെ. 4 പേര് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനങ്ങോട്ട് തുടങ്ങും. ഓരോ മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന സ്വഭാവം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അധികമായിട്ട് സംസാരിക്കരുത്. അധികമായിട്ട് സംസാരിച്ചാൽ പാപങ്ങൾ കൂടും. അത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തപ്പോ സഹാബത്ത് കല്ല് വാരിയിട്ട് വായിക്കകത്തിട്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ നടക്കുക.
കല്ല് വായിക്കകത്ത് ഇട്ടിട്ട് സഹാബികൾ ഇങ്ങനെ നടക്കുകയാ. കാരണം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കും, ഇല്ലെങ്കിൽ വായിക്കകത്ത് കല്ല്. കാരണം അല്ലാഹുവേ പടച്ചവനെ നരകത്തിൽ പെട്ടുപോകുമോ എന്നുള്ള ഭയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്ക്. എവിടെയെങ്കിലും 4 പേര് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് ആവശ്യമില്ലാത്ത ചർച്ചകൾ എന്തെല്ലാം നമ്മൾ പറയുന്നു. ആവശ്യമുള്ളതും ഇല്ലാത്തതും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം നരകത്തിലേക്ക് വീണു പോകുന്നൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ പേര് നരകത്തിൽ പോകാൻ കാരണമാകുന്നത് നമ്മുടെ നാവ. നമ്മൾ നാവ് കൊണ്ട് എന്തെല്ലാം പറയുന്നു, ചെയ്യാത്ത കാര്യങ്ങൾ. ഇനി ഒരു മനുഷ്യൻ ചെയ്തതാണെങ്കിലും ഏഷണിയും പരദൂഷണവും എന്തെല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഇരുന്നു കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് അവസാനം നമ്മൾ നരകത്തിലായി പോകുന്നൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അതൊരു നിസ്സാര പാപമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നിങ്ങൾ ഗൗരവത്തോടു കൂടി കാണണം. ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹിനോട് തൗബ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളെ കുറിച്ച് ആരെയെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ സംഘാടകരിൽപ്പെട്ട ഏതെങ്കിലും അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള നിങ്ങൾ ആരെയെങ്കിലും ഈ വെങ്ങാടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ച് അവൻ കള്ളനാവും, പെണ്ണുപിടിയനാവും, പലിശ തിന്നുന്നവനാവും, വൃത്തികെട്ടവനാ എന്ന് ഞാൻ പറഞ്ഞിട്ട് അള്ളാഹുടെ മുന്നിൽ ദുആ ചെയ്തിട്ട് എനിക്ക് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. കാരണം ഞാനും അള്ളാഹുവും തമ്മിൽ ബന്ധപ്പെട്ട കാര്യമല്ല അത്. ഞാൻ ആരെക്കുറിച്ച് പറഞ്ഞോ അവന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിച്ചാലേ എനിക്ക് സ്വർഗം കിട്ടൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നാവിനെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. കാരണം ആ നാവ് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിനും പോകാം, അതുകൊണ്ട് നമുക്ക് നരകത്തിനും പോകാം. അതുകൊണ്ടാണ് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പെണ്ണുങ്ങളെ പ്രത്യേകിച്ച് നിങ്ങൾ സൂക്ഷിക്ക്. പലരും നിന്റെ അടുക്കൽ വന്ന് പലതും പറയും. അപ്പൊ നീ ചോദിക്കും, ഉസ്താദെ ഞാൻ കേൾക്കുന്നതല്ലേ ഉള്ളൂ. മോളെ, നീ പറഞ്ഞില്ലെങ്കിലും കേട്ടല്ലോ, നീ പറഞ്ഞവളെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ആരുടെയെങ്കിലും ഏഷണിയും പരദൂഷണവും നിന്റെ മുന്നിൽ വന്ന് പറയുമ്പോ എന്തിന് നീ കേൾക്കാൻ നിൽക്കുന്നു? എന്തിന് നീ കേൾക്കാൻ നിൽക്കുന്നു? അത് അപ്പൊ തന്നെ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞു ഓടിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നാലാമതായി നമ്മളോട് ഓർമ്മപ്പെടുത്തി. എന്തേ നാലാമത്തെ കാര്യം? നീ നിന്റെ നാവിനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ നീ നിന്റെ നാവിനെ സൂക്ഷിച്ചു കൊള്ളണം. നീ ആ നാവിനെ സൂക്ഷിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് സൂക്ഷിക്കുന്നതിലൂടെ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകന് സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അയൽവാസികളായ പെണ്ണുങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുമ്പോ, അല്ലെങ്കിൽ പടച്ചവനെ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോ, എവിടെയെങ്കിലും ജനങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അവിടെ ഇരുന്നു കൊണ്ട് ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ കഥ പറയുന്നവരുണ്ടല്ലോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കുന്നവരുണ്ടല്ലോ. ഈ ചരിത്രം നിനക്ക് പഠിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. സ്വർഗ്ഗത്തെ കുറിച്ചാണ് പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, സ്വഹാബാ, സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ സഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകനാണ് ചോദിക്കുന്നത്. സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബികൾ അത്ഭുതപ്പെടുകയാണ്. അത് ഞാനായിരിക്കും, അത് ഞാനായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ ആരെയായിരിക്കും കാണിക്കുന്നത്? എല്ലാവരും ആകാംക്ഷയോടുകൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ പ്രവാചകൻ പറയുന്നു, സ്വഹാബാ, ഇനി ഈ പള്ളിയിൽ ആദ്യമായിട്ട് കടന്നു വരുന്ന മനുഷ്യനെ നോക്കിക്കോ. ഇനി ഈ പള്ളിയുടെ കവാടത്തിലൂടെ ആദ്യമായിട്ട് കടന്നു വരുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എല്ലാവരും പള്ളിയുടെ കവാടത്തിൽ നോക്കിയിരിക്കുകയാണ്. ആരാണ് പടച്ചവര്? ആദ്യമായിട്ട് ഈ പള്ളിയിലേക്ക് കയറി വരുന്ന ഭാഗ്യവാനാരാ? ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് മുത്തുനബി പറഞ്ഞിരിക്കുകയാ. എല്ലാവരും പള്ളിയുടെ കവാടത്തിൽ നോക്കുമ്പോ ആരാ
കടന്നു വരുന്നതെന്നറിയുമോ? ഒരു പ്രായം ചെന്ന സ്വഹാബിയാ, ഒരു പ്രായം ചെന്ന സ്വഹാബിയാ. പടച്ചവനെ കേറി വരുന്ന രംഗം എങ്ങനെയെന്നറിയുമോ? ഒരു കയ്യിൽ ഇങ്ങനെ ചെരുപ്പ് വിളിച്ചിട്ടുണ്ട്, ഒതുവെടുത്തിട്ട് ഇങ്ങനെ കേറി വരികയാണ്. പടച്ചവനെ സ്വഹാബികൾ അവിടെ അത്ഭുതത്തോടു കൂടി നോക്കുകയാ. രണ്ടാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതുപോലെ ഇരിക്കുമ്പോ അവിടെന്ന് ചോദിച്ചു, സഹാബാ, സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ സഹാബാ? ഈ പള്ളിയുടെ കവാടത്തിൽ ആദ്യം വരുന്ന മനുഷ്യനാണ് സഹാബാ. എല്ലാവരും പള്ളിയുടെ കവാടത്തിൽ നോക്കിയിരിക്കുമ്പോ ഇന്നലെ വന്ന അതേ മനുഷ്യനാ കയ്യിൽ ചെരുപ്പ് പിടിച്ചുകൊണ്ട് കടന്നു വരുന്നത്. എല്ലാവരും അവിടെ നിന്ന് കാണുകയാണ്. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സ്വഹാബത്തേ, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യരിപ്പ കടന്നു വരും സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ ഇങ്ങനെ പള്ളിയുടെ വാതിലിൽ നോക്കിയിരിക്കുകയാണ്, പള്ളിയുടെ വാതിലിലേക്ക് നോക്കിയിരിക്കുകയാണ്. പടച്ചവനെ, മൂന്നാമത്തെ ദിവസം കടന്നു വന്നതാരെന്നറിയുമോ? ആ പ്രായം ചെന്ന മനുഷ്യനാ. സ്വഹാബികൾക്ക് അവിടെ നിന്ന് വല്ലാത്ത അത്ഭുതമായി. എത്ര വലിയ ഭാഗ്യവാനാണ്, എത്ര വലിയ ഭാഗ്യവാനാണ് ഈ മനുഷ്യൻ, എന്ത് നന്മയാണ് ചെയ്യുന്നത്. അവസാനം അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ സ്വഹാബികൾ ഓടുകയാ. സ്വഹാബി അവിടെ നിന്ന് കൂടെ പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുകയാ. നിങ്ങൾ എന്ത് നന്മയാണ് ചെയ്യുന്നത്? പ്രത്യേകമായിട്ട് വല്ല ദിക്റുകളും പറയാറുണ്ടോ? പ്രത്യേകമായിട്ട് വല്ലതും നിസ്കരിക്കാറുണ്ടോ? പ്രത്യേകമായിട്ട് വല്ലതും നിങ്ങൾ ഓതാറുണ്ടോ? നിങ്ങൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും സദഖ കൊടുക്കാറുണ്ടോ? നിങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം എന്താ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഒരുപാട് സമ്പത്ത് കൊടുക്കാൻ എന്റെ കയ്യിൽ പണമില്ല, ഞാനൊരു പാവപ്പെട്ടവരാണ്, എന്റെ കയ്യിൽ അമലുകൾ കുറവാണ്. പക്ഷേ എനിക്ക് അല്ലാഹു സ്വർഗം തന്നിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സ്വർഗം കിട്ടാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഒരേ ഒരു സൽക്കർമ്മം എന്തെന്നറിയുമോ? ഈ ദുനിയാവിൽ എനിക്കൊരാളോടും വെറുപ്പുള്ള, ഈ ദുനിയാവിൽ ഒരാളോടും എനിക്ക് ദേഷ്യമില്ല, ഒരാളോടും എനിക്ക് വൈരാഗ്യമില്ല, ഒരാളും നശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. എല്ലാവരും നന്നാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരാളോടും എനിക്ക് വൈരാഗ്യമില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് അല്ലാഹു ഈ പ്രതിഫലം തന്നതെന്ന് ആ മനുഷ്യരപടന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അങ്ങനെ ഒരു മനസ്സാണ് നിനക്ക് വേണ്ടത്. ഒരാളോടും നീ അസൂയ വെക്കരുത്, ഒരാളോടും നിനക്ക് കുശുമ്പ് തോന്നരുത്, ഒരാളെയും നീ നാണം കെടുത്തരുത്, ഒരാളെയും നീ പരിഹസിക്കരുത്, ഒരാളെയും നീ കളിയാക്കരുത്, ഒരാളുടെ കുറ്റവും നീ പറയരുത്, ഒരാളുടെ ജീവിതവും നീ നശിപ്പിക്കരുത്. കാരണം നിനക്കതിനുള്ള അവകാശമില്ല. ഒരാളെ കുറ്റപ്പെടുത്താ, ഒരാളെ നാണം കെടുത്തോ, ഒരാളുടെ പരാതി പറയാ, എടാ ചെറുപ്പക്കാരാ, നിനക്ക് അവകാശമില്ല. കാരണം ഞാൻ ചെയ്താൽ അല്ലാഹു എന്നോടേ ചോദിക്കൂ, ഒരിക്കലും നിന്നോട് അല്ലാഹു ചോദിക്കില്ല. നീ ചെയ്താൽ അല്ലാഹു നിന്നോടേ ചോദിക്കൂ, ഒരിക്കലും എന്നോട് അല്ലാഹു ചോദിക്കാറില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നാവിനെ സൂക്ഷിക്കട്, അപവാദങ്ങളെ സൂക്ഷിക്കട്, പരിഹാസങ്ങളെ സൂക്ഷിക്കട്, കളിയാക്കുന്നതിനെ സൂക്ഷിക്കട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തെ നീ വേദനിപ്പിക്കല്ലേ. ഒരാളെ നീ വേദനിപ്പിച്ചാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹു നിന്നെ കൈവിടുകയാ. പിന്നെ നീ നരകത്തിന്റെ അവകാശിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ജനങ്ങളെ കൂടുന്ന സമയത്ത് പലതും ചർച്ച ചെയ്യാ. നീ
നിന്റെ നാവിനെ സൂക്ഷിക്കണേ, ഇല്ലെങ്കിൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമെന്ന് മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ അഞ്ചാമത്തെ കാര്യമെന്താ? കാര്യമെന്താ എന്റെ പ്രിയമുള്ളവരെ? ഞാൻ നിർത്തുകയാണ്. 11 മണിയാകാൻ പോകുകയാണ്. മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു ഈ 4 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് പിന്നെ പറഞ്ഞ 4 കാര്യങ്ങൾ ഏതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രസംഗം നിർത്തുകയാ. പിന്നെ പറഞ്ഞത് 4 കാര്യങ്ങളാണ്. അതിലെ 2 കാര്യം ഏതെന്നറിയുമോ? രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കല്ലേ. ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു നിമിഷം പോലും നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത 2 കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും അത് മറന്നു പോകരുത്. ഒരു നിമിഷം പോലും നിങ്ങൾ മറന്നു പോകരുത്. ഈ പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ ഒരു നിമിഷം പോലും നിങ്ങൾ മറക്കല്ലേ. നിങ്ങൾ ഓർത്തു വെക്കണേ ചെറുപ്പക്കാരാ. മോനെ, 4000 പ്രവാചകന്മാരുടെ കൂടെ നടന്ന ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവസാനമായി നിന്നോട് പറയുകയാ, ഈ പറയുന്ന 2 കാര്യമുണ്ടല്ലോ, ഒരു നിമിഷം പോലും നീ മറക്കല്ലേ. മറക്കല്ലേ പെങ്ങള്, ഒരു നിമിഷം പോലും ഈ പറയുന്ന കാര്യം നീ മറന്നു പോകരുത്. നീ ഓർത്തുകൊണ്ട് നടക്കണ്, നീ ഓർമ്മ വെച്ചുകൊണ്ട് നടക്കണ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാ, 2 കാര്യങ്ങൾ ഓർക്കല്ലേ. ജീവിതത്തിൽ പടച്ചവര് ഈ പറയുന്ന 2 കാര്യങ്ങൾ നീ മറന്നു കളയണേ, ഓർത്തു വെക്കാ പാടില്ല. 2 കാര്യങ്ങൾ നീ മറന്നു കളയണം. ചെയ്ത് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നീ മറക്കണേ. ഒരാളോടും നീ പറയല്ലേ, നീ ഓർത്തു വെക്കല്ലേ, നീ മറന്ന് കളയടേ. 2 കാര്യങ്ങൾ ഒരു നിമിഷം പോലും കളയാതെ ഓർത്തു വെക്കണം. 2 കാര്യങ്ങൾ ഒരു നിമിഷം പോലും കളയാതെ മറന്നു കളയണം. ഈ 2 കാര്യങ്ങൾ ചെയ്താ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അല്ലാഹുവേ, മറക്കാൻ പറഞ്ഞ കാര്യം മറക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഓർക്കാൻ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ മരിക്കുന്ന സമയം വരെ, മരിക്കുന്ന അവസാന നിമിഷം വരെ ഓർത്തു വെക്കാൻ ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റുമായിട്ട് കടന്നു വരികയാ. എന്റെ പ്രിയമുള്ളവരെ, ദുആ ചെയ്യാ പോകുകയാണ്. പാവപ്പെട്ട യതീമായ മക്കൾക്ക് വേണ്ടിയാണ്, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ്, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടിയാ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഒരാളും കൈമാറ്റരുത്, ഒരാളും കൊടുക്കാതിരിക്കരുത്, ഒരാളും ഉറക്കം നടിക്കരുത്. ഇത് അല്ലാഹുവേ, ഇത് പാവങ്ങൾക്ക് വേണ്ടിയാ, ഇത് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയാ.